ഇതൊരു സാധാരണ സംഭവമാണ്. ചിലർക്ക് നല്ല രീതിയിൽ ഷോക്ക് ഏൽക്കാറുണ്ട്, ചിലർക്ക് വളരെ ചെറുതായെങ്കിലും അപൂർവമായെങ്കിലും ഗുരുതരമായ അവസ്ഥയിലും ഷോക്ക് ഏൽക്കാറുണ്ട്. അയൺ ബോക്സ് ഉപയോഗിക്കുമ്പോൾ വളരെ ചെറിയ രീതിയിലുള്ള ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാനാകും. ഇസ്തിരിപ്പെട്ടി വാങ്ങിക്കുമ്പോൾ ഇതുപോലെ കേബിളുകൾ ഫോൾഡ് ചെയ്ത് കെട്ടിയാണ് വരുന്നത്. നമ്മൾ കൊണ്ടുവന്ന ഉടനെ കെട്ടഴിച്ച് നേരെ പ്ലഗ് ചെയ്ത് ഉപയോഗിക്കും. കുറച്ചുകാലം ഉപയോഗിക്കുമ്പോഴേക്കും ഈ മടക്കുകൾ നമുക്ക് നിവർത്താൻ സാധിക്കാത്ത വിധത്തിൽ കട്ടിയാകും. എന്താണ് കാരണം? സ്ഥിരമായി വളരെ കൂടിയ അളവിൽ വൈദ്യുതി ഇതിലൂടെ കടന്നു പോകുമ്പോൾ കേബിളുകൾ ചൂടാവുകയും ഉപയോഗിക്കാത്ത സമയങ്ങളിൽ സാധാരണ നിലയിൽ തണുക്കുകയും ചെയ്യും. ഇങ്ങനെ എന്നും ചൂടാവുകയും തണുക്കുകയും ചെയ്യുമ്പോൾ കേബിളുകൾ കട്ടിയാകുന്നു. ഇങ്ങനെ കട്ടിയായ കേബിളുകളുടെ അകത്തെ കമ്പി പുറത്തോട്ടേക്ക് തള്ളി വരികയും ഉപയോഗ സമയത്ത് ഇതിൽ തൊട്ടാൽ ഷോക്കേൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വരാതിരിക്കാൻ ഓരോ തവണ ഇസ്തിരിയിട്ട് കഴിഞ്ഞാലും ഇതിൻ്റെ പിന്നഴിച്ച് കേബിളുകൾ നിവർത്തി ഒടിവുകൾ മാറ്റുക. ഇങ്ങനെ സ്ഥിരമായി ചെയ്യുമ്പോൾ ഈ ഭാഗം മാത്രം ഒടിയുന്നത് ഒഴിവാക്കുകയും കേബിളുകൾ പൊട്ടിപ്പോകാതെ ദീർഘകാലം ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. മറക്കരുത്, ചെയ്യേണ്ടത് വളരെ ചെറിയൊരു കാര്യമാണ്, പക്ഷേ അതിന് ജീവൻ്റെ വിലയാണ്. അതുപോലെ തന്നെ അയൺ ബോക്സ് ഉപയോഗിക്കുമ്പോൾ ചെരുപ്പ് ധരിക്കാനും പിൻ പ്ലഗ് ചെയ്യുമ്പോഴും അഴിക്കുമ്പോഴും സ്വിച്ച് ഓഫ് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അനുഭവങ്ങളും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്